നമ്മൾ ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് സബ്ജക്റ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ന്യൂമറിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താ ഏകദേശം മനസ്സിലായത്? ന്യൂമറിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്തായാലും പ്രോബ്ലം ടൈപ്പ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. കണക്ക് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉണ്ടെന്നുള്ളത് എന്ത് ചെയ്യും, ഒരു ധാരണ കിട്ടും. അപ്പൊ ആദ്യത്തെ പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂമറിക്കൽ മെത്തേഡ്സ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? എന്തുപയോഗിക്കും? നമ്മൾ മെയിൻ ആയിട്ട് 3 മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഏതായിരുന്നു? ഒന്ന് നമ്മൾ ഫോർമുല ഉപയോഗിച്ചിട്ട് ചെയ്യും, മറ്റേത് വർഗം പൂർത്തിയാക്കി ചെയ്യും, പിന്നെ എന്ത് ചെയ്യും ഓർമ്മ ഉണ്ടാ, ഹാഫ് എടുത്തിട്ട് സ്ക്വയർ ചെയ്തിട്ട് അങ്ങനത്തെ ഒരു പരിപാടി. പിന്നെ ചെയ്യുന്ന പരിപാടി എന്താണ്? ഫാക്ടറൈസേഷൻ മെത്തേഡ് ചെയ്യും. ഇതൊക്കെയാണ് നമ്മൾ വന്നത്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യണം എങ്ങനെയായിരിക്കും? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം? സോൾവ് ചെയ്യാൻ പറ്റുമോ ഡിഫറൻഷ്യൽ ഇക്വേഷന്? ജനറൽ സൊല്യൂഷൻ ഉണ്ട്, പെർട്ടിക്കുലർ സൊല്യൂഷൻ ഉണ്ട്. അതൊക്കെ എന്തിനാന്നുള്ള കാര്യം ഓർമ്മ ഉണ്ടാ? ഏത് സെമ്മിലാ പഠിച്ചേ? ജസ്റ്റ് പഠിച്ചു കഴിഞ്ഞേ ഉള്ളൂ. ഓക്കെ, ആദ്യത്തെ ചോദ്യം, ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് പറ, ഒരു ടെക്നിക്കിന്റെ പേര്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരെണ്ണെങ്കിലും പറ. ഒരു വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് എന്ന് കേട്ടിട്ടുണ്ടാ? ഞങ്ങൾ +1 +2 അങ്ങോട്ട് പഠിച്ച സാധനമാണ്. കേട്ടിട്ടുണ്ടാ? അതെന്തിനുള്ളതാ? ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യാനായിട്ടാണ്. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ ടൈപ്പ് നമ്മൾ എന്ത് ചെയ്തു, സോൾവ് ചെയ്യാൻ പഠിച്ചു. ലാപ്ലേസ് പഠിച്ചോ? എന്തിനാണ് ലാപ്ലേസ് പഠിച്ചേ? സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ നിങ്ങൾ ലാപ്ലേസ് പഠിക്കുന്നുണ്ടാ? ലാപ്ലേസ് പഠിച്ചോ? എന്തിനാ പഠിച്ച ലാപ്ലേസ്? ലാപ്ലേസ് പഠിച്ചിട്ട് എന്താ കാട്ടിയേ? ലാപ്ലേസ് എന്തിനാ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നറിയോ? ഡിഫറൻഷ്യൽ ഏത് സബ്ജക്റ്റിനോട് ഇത് പഠിച്ചിരിക്കുന്നത് അത് പറ. മാത്സ് ആണോ? ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കൂടെയാണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, അത് പഠിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഡിഫറൻഷ്യലും ലാപ്ലേസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ചാപ്റ്റർ എന്തെങ്കിലുമൊക്കെ ഓർമ്മ ഉണ്ടെങ്കിൽ അതെങ്ങനെ നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങിയത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഹോമോജീനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പഠിക്കും. പിന്നെ എന്ത് ചെയ്യും, നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പഠിക്കും. അതിൽ തന്നെ കുറെ കാറ്റഗറിയിൽ പഠിക്കും. അത് കഴിഞ്ഞിട്ട് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ്, ബൗണ്ടറി വാല്യൂ പ്രോബ്ലം, അങ്ങനെ അങ്ങനെ വരും. എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷനും സോൾവ് ചെയ്യാൻ പറ്റുമോ? പറ്റിക്കോളെന്ന് യാതൊരു നിർബന്ധമില്ല. എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷനും സൊല്യൂഷൻ ഉണ്ടാവുമോ? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എത്ര സൊല്യൂഷൻ ഉണ്ടാവും? ഒരു സൊല്യൂഷൻ ആണ് ഉണ്ടാവുക. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതിന് എത്ര സൊല്യൂഷൻസ് ഉണ്ടാവാം? ഇൻഫൈനൈറ്റ് ഉണ്ടാവാൻ പറ്റുമോ? പറ്റില്ല. ഫൈനൈറ്റ് ഉണ്ടാവാൻ പറ്റുമോ? ഉണ്ടാവാം. യുണീക്ക് ആവണം നിർബന്ധം ഉണ്ടാ? അവിടേക്കാണ് നമ്മുടെ പ്രശ്നങ്ങൾ വരുന്നത്. നിങ്ങൾ C1 C2 എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരെ കൊണ്ടിരില്ലേ? ഈ C1 C2 എന്താ? കോൺസ്റ്റന്റ്. അതിനുവേണ്ടി റെസ്ട്രിക്ഷൻ തന്നിട്ടുണ്ടോ? ഇല്ല. C1 C2 കോൺസ്റ്റന്റ് ആണല്ലോ. ഓക്കെ, ഞാൻ റിയൽ നമ്പർ മാത്രം എടുക്കാം C1 C2 ആയിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ C1 ഏതോട്ട് ഏതുവരെ വരെ എടുക്കാം? -∞ to +∞. C2 നോ? അപ്പൊ എത്ര കോമ്പിനേഷൻ ഉണ്ടാവും? ഇൻഫൈനൈറ്റ് കോമ്പിനേഷൻ ഉണ്ടാവും.
ഇൻഫൈനൈറ്റ് കോമ്പിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ ഉണ്ടെന്ന് അർത്ഥമുണ്ടോ? ഓഫ് കോഴ്സ് അതന്നെ അതിന്റെ അർത്ഥം. C1 C2 ഉണ്ട്. അങ്ങനെ ഇൻഫൈനൈറ്റുള്ള സൊല്യൂഷൻസ് മേ ബി ഉണ്ടാവാം. അതിന് നമുക്ക് ആവശ്യമുള്ള ഒരെണ്ണം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നോ രണ്ടെണ്ണം നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അതിന് വേണ്ടിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇനീഷ്യൽ കണ്ടീഷനും ബൗണ്ടറി വാല്യൂ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ തന്നുകൊണ്ടിരുന്നായിരുന്നത്. ഇതേപോലെ ഇന്റഗ്രേഷൻ നമ്മൾ എങ്ങനെ ചെയ്യാം? എസ് പോലത്തെ സാധനം ഇട്ടിട്ട് അങ്ങനെ എഴുതിയിട്ടാണോ ചെയ്യണത്? അതിന്റെ തിയറി പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതിലൊന്ന് ക്ലോസ് ചെയ്യും. അതിന്റെ തിയറി പറഞ്ഞത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എങ്ങനെയാ? വീടും പറമ്പും ആരെങ്കിലും അളക്കണത് കണ്ടിട്ടുണ്ടോ? സ്ഥലം അളക്കുന്നത് കണ്ടിട്ടുണ്ടോ? എങ്ങനെ അളക്കുക? ടാപ്പ് വെച്ചിട്ട് കുറ്റി അടിച്ചിട്ട് ഞാനൊരു സ്ഥലത്തിന്റെ ഷേപ്പ് വരയ്ക്കാം. ഈ ഷേപ്പുള്ള സ്ഥലം വിചാരിക്കുക. ഇതിന് നിങ്ങൾ എങ്ങനെ അളക്കുക? അവിടെ ആദ്യം എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ ഒരു വര അങ്ങോട്ട് വരയ്ക്കും. അപ്പൊ ഒരു ട്രയാങ്കിളും ഒരു ഓൾമോസ്റ്റ് ഒരു റെക്ടാങ്കിളും കൂടെ കിട്ടും. അപ്പൊ ഇതിനെ റെക്ടാങ്കിളാക്കി മാറ്റുന്നു, ഇതിനെ ട്രയാങ്കിളായിട്ട് കൺസിഡർ ചെയ്യുന്നു, അങ്ങനെ അങ്ങനെ. അല്ലെങ്കിൽ ഇതിനെ വീണ്ടും എന്താക്കും, റെക്ടാങ്കിൾ ആക്കും, ഇവിടെ കട്ട് ചെയ്യും, ഇതിനെ ട്രയാങ്കിൾ ആക്കും, ഇതിനെ റെക്ടാങ്കിൾ ആക്കും. ഇങ്ങനെ നമുക്ക് പരിചയമുള്ള രൂപത്തിലേക്ക് ആക്കിയിട്ട് നമ്മൾ എല്ലാം എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അല്ലാതെ ഇക്വേഷൻ ഉപയോഗിക്കുക ആരെങ്കിലും സ്ഥലം അളക്കാൻ വേണ്ടിയിട്ട് ഇല്ല. ഇതെന്താ അങ്ങനെ ചെയ്യാനുള്ള കാരണം? അവിടെ കൺസേൺഡ് ഫംഗ്ഷൻ ഒന്നും കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പോസിബിൾ അല്ല. പോസിബിൾ അല്ല എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എന്നുള്ളതുകൊണ്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാറ്, അങ്ങനെ ചെയ്യാറ്. അപ്പൊ ഇന്റഗ്രേഷൻ ചെയ്യണമെങ്കിലും നമുക്ക് ഇന്റഗ്രേഷൻ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതേസമയം നമുക്ക് കുറച്ച് ഒരു ഫംഗ്ഷൻ നമുക്കറിയില്ല, പക്ഷെ ആ ഫംഗ്ഷനെ സൂചിപ്പിക്കുന്ന കുറെ സൂചകങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ? ഈവൻ ഫംഗ്ഷൻ അറിയാതെ. ഫംഗ്ഷൻ നമുക്ക് ഒരിക്കലും അറിയില്ല, പക്ഷെ ഫംഗ്ഷന്റെ കുറച്ച് വാല്യൂസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അറിയാമെന്ന് വിചാരിക്കുക. അങ്ങനെ നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ? സാധാരണ ഇതിൽ നമുക്ക് എന്ത് ചെയ്യില്ല, അത് പറ്റില്ല. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഇക്വേഷൻസ് കിടക്കുന്നുണ്ട്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആവട്ടെ, സാധാ ആൾജിബ്രായിക് ഇക്വേഷൻ ആകട്ടെ, അങ്ങനത്തെ കുറെ ഇക്വേഷൻസ് കിടക്കുന്നുണ്ട്. അതിനൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എപ്പോഴും നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് ഫംഗ്ഷൻ ഒന്നും അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ ഭയങ്കര കഷ്ടമാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഒരു ന്യൂമറിക്കൽ മെത്തേഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ന്യൂമറിക്കൽ മെത്തേഡുകൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ നമുക്കൊരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞിരിക്കേ വർഷത്തിൽ പോയോ? അപ്പൊ നമുക്ക് കറക്റ്റ് ഫംഗ്ഷൻ അറിഞ്ഞില്ലെങ്കിലും നമുക്ക് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അപ്പൊ ന്യൂമറിക്കലിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അറിയില്ലെങ്കിലും നമുക്കത് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോഴും അതിന്റെ ഡ്രോബാക്ക് ഉണ്ട്. നമ്മളിപ്പോൾ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഈ സ്ഥലത്തിന്റെ ഏരിയ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക. അതും എക്സാക്റ്റ് ഏരിയയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമോ? ചെറുതായിട്ട് എന്തുണ്ടാവും, ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പൊ വ്യത്യാസം മിനിമൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് വ്യത്യാസം മാക്സിമം കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അതായത് നമ്മൾ ഇതിനകത്തുള്ള കഷ്ണങ്ങളുടെ എണ്ണം എന്ത് ചെയ്യണം, കൂട്ടണം. അങ്ങനെ കൂട്ടിയിട്ട് ആ ഓരോ കഷ്ണങ്ങളുടെയും വിഡ്ത്ത് എന്ത് കുറയണം, ഓൾമോസ്റ്റ് 0 ആകുമ്പോൾ എന്തായിരിക്കും, ഇത് എക്സാക്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇന്റഗ്രേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ മെത്തേഡുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയം എന്താണ്, ന്യൂമറിക്കൽ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് എന്തുണ്ടാവും, ആക്ച്വൽ സൊല്യൂഷനായിട്ട് എന്തുണ്ടാവും, എറർ ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ അത് എറർ മാക്സിമം കുറക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, കൂടുതൽ കൂടുതൽ ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, എറർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ആദ്യത്തെ ചോദ്യം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ന്യൂമറിക്കൽ മെത്തേഡ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? സംഭവം എറർ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പല്ലേ, അത് പഠിക്കേണ്ട കാര്യമുണ്ടോ? പഠിക്കണം. പഠിക്കേണ്ട പിന്നെ എന്തിനാ ഒരു പേപ്പർ വന്നേക്കണേ?
നമ്മള് ഇംഗ്ലീഷ് സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ അതിനിടയിൽ മറ്റേ ഈ യുദ്ധവിമാനങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് ഒക്കെ കണ്ടിട്ടില്ലേ? യുദ്ധവിമാനങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് ഒക്കെ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് ഇപ്പൊ ഇങ്ങനെ കുറെ വിമാനങ്ങൾ പോവാന്ന് വിചാരിക്കാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മൂവിയാണ് എയർഫോഴ്സ് വൺ എന്നുണ്ട്. കണ്ടിട്ടുണ്ടോ? നല്ല പടം. ഒന്നുമില്ല, US പ്രസിഡന്റിന്റെ വിമാനത്തിലാണ് എന്ത് വെടിവെടിക്കുന്നത്? എയർഫോഴ്സ് നമ്പർ 1 എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിനെതിരെ ഒരു അറ്റാക്ക് ഉണ്ടാവണമെന്നാണ് വിഷയം. അപ്പൊ നമ്മളിപ്പോ ഒരു വിമാനത്തിനെ പല സമയത്തും കാണാൻ എന്ത് ചെയ്യും? ഇവിടുന്ന് മിസൈൽ വിടും, വെടിവെക്കും. അപ്പൊ അവരെന്ത് ചെയ്യുക? ഒരു വിമാനം ഫ്രണ്ടിൽ പോകുന്നു, നമ്മൾ ബാക്കിൽ വിമാനത്തിൽ പോയിട്ട് ഒരു മിസൈൽ വിട്ടു, അവരെന്ത് ചെയ്യും? മിസൈൽ വന്നിട്ട് ഇരുന്നോട്ട് അവർ റെസ്റ്റ് ചെയ്യുമോ? എന്താ ചെയ്യുക? അപ്പൊ ഈ മിസൈല് നമ്മൾ തൊടുത്തു വിടുന്ന മിസൈൽ എപ്പോഴും പോയിട്ട് അവരെ ഇടിക്കുവോ? ഇല്ല. അപ്പൊ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ട് ചില മിസൈൽ അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ വിമാനം എങ്ങനെയൊക്കെ വളച്ച് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? വിമാനത്തിന്റെ പിന്നാലെ തന്നെ എന്ത് ചെയ്യും? പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ആര് ഈ വിമാനത്തെ ആ മിസൈലിന്റെ വഴി തിരിക്കുന്നത്? നമ്മളിവിടെ ഇരുന്നിട്ട് ഹാൻഡിൽ തിരിക്കണതാണോ? അല്ല, അത് തന്നെ പോണതാണ്. അതെങ്ങനെയാ ഇപ്പൊ പോകുന്നുണ്ടാവുക? ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ? എന്തൊക്കെയാ അലക്കണത്? എങ്ങനെയായിരിക്കും പോകുന്നുണ്ടാവുക ഒരു മിസൈൽ അവരെ പിന്നാലെ? ഇങ്ങനെയായിരിക്കും പോകുന്നുണ്ടാവുക. അതിനകത്ത് ആരും വണ്ടി ഓടിക്കുന്നൊന്നുമില്ല, നേരെ തന്നെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് ഈ സാധനം പോകുന്നത്? വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാ ടവറിലേക്ക് ടാർഗറ്റ് കൊടുക്കുന്നു? ഇപ്പൊ ഈ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തു, എന്ത് വിമാനം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? റഡാർ ലോക്ക് കൊടുത്തു, ടപ്പയെന്നുകൊണ്ട് വിട്ടു. ഈ വിട്ട് കഴിഞ്ഞ സാധനം എന്ത് ചെയ്യാണ്? വിമാനം ചിലപ്പോ മരത്തിന്റെ ഒരു ബിൽഡിങ്ങിന്റെ അപ്പുറത്തോടെ അങ്ങനെ കറങ്ങിയിട്ട് വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ സാധനം പിന്നാലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നുണ്ടാവുക? അതാണ് വിഷയം വരുന്നത്. എന്താണ് അവരുപയോഗിക്കണത്? എന്താണ്? ഫുൾ കണക്കാണ്. ഫുൾ കണക്ക് ഉപയോഗിച്ചിട്ടാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ് അതിനകത്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ടൈപ്പ് ഇങ്ങനെ വിമാനത്തിന് പിന്നാലെ പോണ മിസൈലിനെ വിളിക്കുന്ന പേരെന്താ? ഹീറ്റ് സീക്കേഴ്സ് എന്നാണ് വിളിക്കുക. അങ്ങനെ കേട്ടിട്ടുണ്ടോ? അത് ഏകദേശം അങ്ങനെയൊക്കെയാണ് അതിനെ പറയാറ്, പല പേരുകളുണ്ടെങ്കിലും ജനറലി. അതായത് നമ്മളിതെങ്ങനെ കൊതുക് കടിക്കാൻ വരുന്നത്? നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്താലും കൊതുക് വരുന്നുണ്ട്. കൊതുക് എങ്ങനെ കണ്ടുപിടിക്കും നമ്മളതിനെ? കൊതുക് കടിക്കാറില്ലേ നിങ്ങൾ തന്നെ? രാത്രി ലൈറ്റ് ഓഫ് ചെയ്ത് വെച്ചാലും കൊതുക് കടിക്കുന്നില്ലേ? അപ്പൊ കൊതുക് എങ്ങനെയാ വരണേന്ന് ചിന്തിച്ചാ? മറ്റേ ഇൻഫ്രാറെഡ് ക്യാമറ ഒക്കെ വെച്ചിട്ടാണോ വരണേ? അവരങ്ങനെ വെറുതെ വരണ വഴിക്ക് ഒന്ന് കുത്തി നോക്കുമ്പോ കൊള്ളാൻ കയറുന്നുണ്ട്, അന്ന് ഒന്നുകൂടി കുത്തിയേക്കാന്ന് വെച്ച് കിട്ടുന്നതാണോ? അല്ല, അവർ കറക്റ്റ് ആയിട്ട് എന്ത് തന്നെ വരണേ? നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് തന്നെ വരണേ. അപ്പൊ ഇങ്ങനെ അവർക്ക് ടാർഗറ്റേഷൻ കിട്ടുന്നേ? അവർക്ക് സെൻസേഴ്സ് ഉണ്ട്. എന്ത് സെൻസേഴ്സ് ഉണ്ട്? അവർക്ക് സ്മെല്ല് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഹീറ്റ് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏകദേശം 1051 സെൻസറുകൾ ഉണ്ട്. എന്ത് ഇത്തിരി പോകുന്നൊരു കൊതുകിന്റെ മേത്ത്. നമ്മുടെ മേത്തുണ്ട് കുറെ സെൻസേഴ്സ്. അപ്പോ ഇതിനകത്ത് ഒരു മെയിൻ സെൻസറാണ് എപ്പോഴെന്ത്? ഹീറ്റ് സെൻസറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരു വിമാനം പോകുന്ന സമയത്ത് അവിടെ ഹീറ്റ് ഉണ്ടാവും വിമാനത്തിന്? ഉറപ്പായിട്ടും. കാരണം എന്താ? ഹീറ്റ് സിഗ്നേച്ചർ എന്ന് തന്നെ പറയാറുണ്ട് അല്ലേ? കേട്ടിട്ടില്ലേ? കഴിഞ്ഞാൽ ഓരോ ഡിവൈസുകൾക്കും അല്ലെങ്കിൽ ഓരോന്നിനും ഓരോ മനുഷ്യനും എന്തുണ്ടാവും? ഓരോ ഹീറ്റ് ഉണ്ടാവും, പർട്ടിക്കുലർ ഹീറ്റ് ആവും. ആ ഹീറ്റ് മാറുന്നില്ല. നമുക്ക് ഓൾമോസ്റ്റ് ഓരോ സിറ്റുവേഷനിൽ സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് ഹീറ്റ് സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു വിമാനം കത്തുന്ന സമയത്ത് എന്തുണ്ട്? എഞ്ചിൻ ബേൺ ചെയ്യുന്നുണ്ട്, ഫ്യൂൽ ബേൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ എന്തുണ്ട്? ചൂടുണ്ട്. ചൂടുണ്ടെങ്കിൽ മാത്തമാറ്റിക്സ് ആയിട്ട് എന്താണ് അവിടെ കണക്കാക്കേണ്ടത്? എന്ത് ഇക്വേഷൻ അവിടെ ഉണ്ടാവുക? ഹീറ്റ് ഇക്വേഷൻ ഓർമ്മയുണ്ടാ? ഡിഫറൻഷ്യൽ പഠിച്ചത് ഞങ്ങളുടെ ഇക്വേഷൻ ഉണ്ട്. എന്താന്ന് ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അതെന്തായിരിക്കും? അതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. അത് 100% കറക്റ്റ് ആണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനത്തെ ഇക്വേഷനിലൊക്കെ എപ്പോഴും ഡിഫറൻഷ്യൽ ആവും? ഈ തരംഗ രൂപത്തിലുള്ള വേവ് നേച്ചറുള്ള ആൾക്കാരൊക്കെ എന്ത് തന്നെയായിരിക്കും? നമ്മൾ റെപ്രസെന്റ് എന്ത് വെച്ചിട്ടാണ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ടാണ് അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പൊ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും?
ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് നിങ്ങൾക്ക് എന്താ കിട്ടുക? സൊല്യൂഷൻ. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ. ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? ഒരു ഇക്വേഷന്റെ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ അതിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കി വെച്ചേക്കുന്നത്? ആ ഇക്വേഷൻ അല്ലെങ്കിൽ ആ ഫംഗ്ഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആള്. അതായത് നമ്മളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് പറയുമ്പോൾ അത് ഒരു 3 ഡയമെൻഷനകത്താണെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി അത് എന്താ ചെയ്യുന്നത്? അതിന്റെ ലൊക്കേഷൻ വരെ നമുക്ക് കണ്ടുപിടിച്ചൂടെ? ഇപ്പൊ ഈ പോയിന്റ് അകത്ത് ഇവിടെ സ്പേസ് ആണെന്ന് വിചാരിക്കുക, സ്പേസിനകത്ത് ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ പോയിന്റിനകത്തെ നമ്മൾ ആ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സ് കിട്ടില്ലേ? പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷനകത്താണെങ്കിൽ എന്താണ്? 3 ടപ്പിൾ ആണ് നമുക്ക് കിട്ടുക, ഓർഡർ ട്രിപ്പിൾ ആണ് നമുക്ക് കിട്ടുക. ഓർഡർ ട്രിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ലൊക്കേഷൻ ഐറ്റംസ് ആണ് അല്ലേ? അപ്പോൾ നമ്മുടെ മിസൈലിനോട് എന്ത് പറഞ്ഞാൽ മതി? മിസൈലിനകത്ത് എന്ത് വേണം? ആദ്യം ഒരു സെൻസർ വേണം. എന്ത് സെൻസറാണ് വേണ്ടി വരിക? ഹീറ്റ് സെൻസർ. അപ്പൊ അതിനകത്ത് ആദ്യം എന്ത് വേണം? ഒരു സെൻസർ നമുക്ക് ആവശ്യമുണ്ട്. എന്ത് സെൻസറാണ് വേണ്ടത്? ഹീറ്റ് സെൻസർ. അപ്പൊ അത് സെൻസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഈ കിട്ടുന്ന സാധനത്തിന് എന്താക്കി മാറ്റണം? അല്ലെങ്കിൽ ഒരു ഹീറ്റ് ഇക്വേഷനെ, സോറി, അവിടെയുള്ള ഹീറ്റ് എന്താണ്? ഒരു ഇക്വേഷൻ ആണ് ബേസിക്കലി, അല്ലെ? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? കൺസേൺഡ് ഡാറ്റയ്ക്ക് അനുസരിച്ച് അതിനെ ഒരു ഇക്വേഷൻ ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന ഒരു ചെറിയ മിനി പ്രോസസർ എങ്കിലും എന്ത് ചെയ്യണം? അതിനകത്ത് ഉണ്ടാവണം. അത് കഴിഞ്ഞാൽ അടുത്തെന്ത് സംഭവിക്കണം? ഈ കറണ്ട് സിറ്റുവേഷനെ അല്ലെങ്കിൽ റിയൽ സിറ്റുവേഷൻ എന്താക്കി മാറ്റി? നമ്മൾ മാത്തമാറ്റിക്കൽ പ്രോബ്ലം ആയിട്ട് കൺവേർട്ട് ചെയ്തു നമ്മുടെ പ്രോസസർ എല്ലാം കൂടിയിട്ട്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? അത് പ്രോസസ് ചെയ്യണം. പ്രോസസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? അതിന് സൊല്യൂഷൻ കിട്ടണം. അതിന് സൊല്യൂഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു ആൽഗരിതം എന്ത് ചെയ്യണം? അതിനകത്ത് ഉണ്ടാക്കി വെക്കണം. നിങ്ങൾ സി പ്രോഗ്രാമിനകത്ത് ആൽഗരിതം ഉണ്ടാക്കി വെച്ചില്ലേ? അപ്പൊ എങ്ങനെ ആൽഗരിതം ഉണ്ടാക്കുക? ഈ ആൽഗരിതത്തിന് 2 കഷ്ണങ്ങളാണ് വരുന്നത്. ഒന്നാമത്തെ എന്താണ്? അതിനകത്തൊരു ലോജിക്ക് വേണം. അല്ലാതെ ഈ സ്റ്റാർട്ട് രണ്ടും വെച്ചോണ്ടോ സ്റ്റാർട്ട് പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് എന്ത് വേണം? അതിന്റെ പിന്നെ ഒരു ലോജിക്ക് വേണം. പിന്നെ ഇപ്പൊ അത് ഇന്റഗ്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാ ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കണം, അല്ലേ? അത് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള എന്താണ്? ഒരു ന്യൂമറിക്കൽ മെത്തേഡ് ആണെങ്കിൽ നമുക്ക് എന്താണ്? എളുപ്പമാണ്. അല്ലാതെ ഇപ്പൊ അതിരുന്ന് ആലോചിച്ചോണ്ടിരിക്കുവോ? ഈ ടൈപ്പ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്കിത് എന്ത് ചെയ്യണം? ഏത് മെത്തേഡ് ഉപയോഗിക്കണം എന്ന് കുറച്ചു നേരം ആലോചിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് പേപ്പറും അതിനെടുത്ത് കമ്പ്യൂട്ടർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നടക്കുമോ? ഇല്ല. അപ്പൊ ഈ കമ്പ്യൂട്ടറിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണം ആൽഗരിതം ഉപയോഗിച്ചിട്ടാണ്. ആൽഗരിതം മൊത്തം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ ബാക്കിലെ തിയറി ഉപയോഗിച്ച്, അതിന്റെ ന്യൂമറിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത് റൺ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കിട്ടണം? ഒരു സൊല്യൂഷൻ കിട്ടണം. ആ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തിരിക്കുന്ന പ്രോസസർ എന്ത് ചെയ്യണം? ആ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യണം? ഈ മിസൈലിനെ തിരിക്കും കൂടി ചെയ്യണം. ഇത്രയും പണി ആര് ചെയ്യണം? അതിന്റെ ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്ന ഒരു ചെറിയ ചിപ്പ് ചെയ്യണം. ഇത്രയും പണിയെടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് ആര്? ആ കുഞ്ഞു സാധനത്തിനകത്ത് ഇതൊക്കെ ഉണ്ടാവണം. അതിനനുസരിച്ച് വേണം ഈ സാധനം എന്ത് ചെയ്യാൻ? ഇടത്തോട്ട് തിരിയണോ വലത്തോട്ട് തിരിയണോ താഴത്തേക്ക് പോകണോ മുകളിലേക്ക് പോകണോ എന്നൊക്കെ എന്ത് ചെയ്യാൻ? ചിന്തിക്കാൻ. വെലോസിറ്റിയിൽ മാത്രം എന്ത് ചെയ്യുന്നില്ല, വ്യത്യാസങ്ങളൊന്നും കാര്യമായിട്ട് വരാറില്ല. അപ്പൊ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇത് നമ്മൾ പടങ്ങൾ കാണുമ്പോൾ അറിയാം. ഇപ്പൊ നല്ല പൈലറ്റ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളിത് തൊടുത്തു വിട്ട മിസൈലൊന്നും അവരെ തിരിക്കാതെ അവരെങ്ങനെയൊക്കെ എന്ത് ചെയ്യും? അത് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്താണ്? പെട്ടെന്നൊരു വളവ് തിരിയുമ്പോൾ എന്ത് ചെയ്യും? മിസൈൽ ഇവരെ ബാക്കിൽ വന്നിരിക്കുന്ന പോലെ അവിടെ പോയി ഇടിക്കും. ചിലപ്പോൾ ബിൽഡിങ്ങിന് മുകളിൽ പോയിട്ട് ഇടിച്ചു വന്ന് വരും. അപ്പൊ അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം മിസൈലിന് ബിൽഡിംഗ് കാണാൻ പറ്റുമോ? ഇല്ല. അവർക്ക് എന്തുമാത്രമല്ല ആ ലൊക്കേഷനേക്കാ ഉള്ളത്. അപ്പൊ അതെന്ത് ചെയ്യുന്നു? അതിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വഴി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ സാധനം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ കാൽക്കുലേഷൻ എന്തായിരിക്കണം? ലൈറ്റ്നിങ് ഫാസ്റ്റ് ആയിരിക്കണം. കാരണം ഒരു വിമാനം തിരിയണതിനനുസരിച്ച് ഇത് അപ്പൊ തന്നെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ല സെൻസേഴ്സും അതുപോലെ തന്നെ അത്രയും നല്ലൊരു അൽഗോരിതം ഇതിനകത്ത് വേണം. ഇപ്പൊ നമ്മൾ ഒരു സാധനം ചെയ്യാൻ വേണ്ടി തന്നെ പല അൽഗോരിതം എഴുതാറില്ലേ? ആ അൽഗോരിതം എഴുതുമ്പോ ഇപ്പൊ എന്തായിരിക്കണം? ഏറ്റവും കുറഞ്ഞ സ്റ്റെപ്പിനകത്ത് സൊല്യൂഷൻ കിട്ടുന്ന ലോജിക്കല്ലേ നമ്മൾ ഉപയോഗിക്കുക. അതങ്ങനെ ഉപയോഗിക്കാനുള്ള കാരണം എന്താ? എഴുതാനുള്ള മടിക്കാണോ? അല്ല. കാരണം ചെയ്യുന്ന പ്രോസസ്സ് എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് ടെർമിനേറ്റ് ചെയ്യണം.
അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടൈം ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. ആ ടൈം സേവ് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് അവിടെ ഹിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കറക്റ്റ് ആയിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് പറ്റിയൊരു മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. അപ്പൊ ആദ്യം നമ്മൾ എപ്പോഴും പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാമുകൾ എഴുതി തുടങ്ങും, പിന്നെ കോംപ്ലിക്കേറ്റഡ് പ്രോഗ്രാം എഴുതി തുടങ്ങും. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മുടെ ന്യൂമറിക്കൽ മെത്തേഡിനകത്ത് എന്ത് ചെയ്യും? ആദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ന്യൂമറിക്കൽ മെത്തേഡ്സ് ഒരു കാര്യം ചെയ്യാൻ തന്നെ, പിന്നെ അതിനേക്കാളും കുറച്ചും കൂടി നല്ലതായിട്ട് നമ്മൾ കൊണ്ടുവരും. അപ്പൊ എന്ത് ചെയ്യും? കിട്ടുന്ന റിസൾട്ടുകൾക്ക് എന്ത് കൂടും? ആക്യുറസി കൂടും. അങ്ങനെ ആക്യുറസി കൂടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? അത് കറക്റ്റ് സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യുള്ളൂ? എഞ്ചിനെ തന്നെ പോയിട്ട് എന്ത് ചെയ്യുള്ളൂ? ഇടിക്കുള്ളൂ. ഇപ്പൊ ആക്യുറസി കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? കറക്റ്റ് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്യും? അതിന്റെ ഏതെങ്കിലും അടുത്തുള്ള ഭാഗത്തൊക്കെ പോയി ഇടിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ചിലപ്പോൾ വർക്ക് നടക്കും, ചിലപ്പോൾ എന്ത് ചെയ്യില്ല, നടക്കില്ല, അവരവരെ പണിയൊക്കെ പോകും. അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട് ഇതിനകത്ത്. ഇനി ഇങ്ങനെ സാധനം പോകുമ്പോൾ എപ്പോഴും പൈലറ്റ്സ് എന്ത് ചെയ്യാറ്? ബാക്കിൽ മിസൈൽ വന്ന് എപ്പോഴും വണ്ടി ഇങ്ങനെ വളച്ചും തിരിക്കൽ മാത്രമൊന്നുമല്ല ചെയ്യാറ്, ഇടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്? ഫ്ലയേഴ്സ് വിടാറുണ്ട്. കണ്ടിട്ടുണ്ടോ? ചെറിയ പടക്കം പൊട്ടിക്കുന്ന ആകാശത്ത്. അതെന്തിനു വേണ്ടിയിട്ടാ? കാരണം ഇത് ഹീറ്റിന് നോക്കിയിട്ടല്ലേ പോകുന്നേ. അപ്പൊ ഇവര് ബാക്കിൽ കുറച്ച് പടക്കം പൊട്ടിച്ചാൽ സംഭവിച്ചു, അവിടെ ഹീറ്റല്ലേ വരുന്നേ. അപ്പൊ ഇത് കൺഫ്യൂഷൻ ആവില്ലേ ഏത് ഹീറ്റിലേക്കാ പോകേണ്ടത് എന്നുള്ളത്? അപ്പൊ കൺഫ്യൂഷൻ വരുമ്പോൾ എന്ത് ചെയ്യും? ഇപ്പൊ വിചാരിക്കും ഈ സ്ഥലത്തേക്കല്ല പോകേണ്ട, ഇവിടെ പോയിട്ട് വെച്ച് എന്ത് ചെയ്യും? ആ പടക്കത്തിന് മുകളിൽ പോയിട്ട് ഇടിക്കും. അപ്പൊ ഒരുമിച്ച് ക്ലാഷ് ആകുമ്പോൾ എന്ത് ചെയ്യും? വിമാനം തടികാഴ്ചയിലാവും. ഇങ്ങനെയും ചെയ്യാലോ. അപ്പൊ അവ അങ്ങനെ ബുദ്ധി ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ പറ്റിച്ചാലൊന്നും പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറണം. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? നമ്മളതിന്റെ റേറ്റ് ഓഫ് ചേഞ്ചും കൂടി നോക്കേണ്ടി വരും. ഏറ്റവും കൂടുതൽ ഹീറ്റ്, കാരണം ഒരു എഞ്ചിൻ ബേൺ ചെയ്യേണ്ട അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല, ഒരു കുഞ്ഞും പടക്കം പിടിച്ചുണ്ടാവില്ല. അപ്പൊ ആദ്യം അത് നോക്കണം. പിന്നെ എന്ത് ചെയ്യണം? ഒരു 2-3 സെക്കൻഡ് നേരത്തെ കണ്ടിന്യൂസ് ഡാറ്റ എടുത്ത് നോക്കണം. അങ്ങനെ ഡാറ്റ എടുത്ത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നല്ല ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ നല്ല മിസൈൽ കിട്ടും. ഇത്രേ ഉള്ളൂ അതിന്റെ പിന്നിലെ കാര്യം. അപ്പൊ അതന്നെയാണ് നമ്മൾ എന്തിനാ. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് റിയലിൽ എന്ത് വരുന്നുണ്ട്? ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുക ഏറ്റവും വലിയ വിഷയം. ഇപ്പൊ നമ്മളത് കണക്ക് കൂട്ടിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉത്തരം കിട്ടണമെങ്കിൽ വിമാനത്തിന് വഴിക്ക് പോയിട്ട് ഒരു ഡാമേജ് ഒക്കെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സിറ്റുവേഷൻ എന്താ വേണ്ടത്? പെട്ടെന്ന് സൊല്യൂഷൻ കിട്ടുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനം. പിന്നെന്താണ്? അപ്പൊ ആക്യുറസി നമുക്ക് അത്ര കറക്റ്റ് ആവണമെന്നുണ്ടോ? ആ സിറ്റുവേഷൻ നമുക്ക് അത്ര ആക്യുറസി എന്ത് ചെയ്യുന്നില്ല, കറക്റ്റ് ആവണില്ല. ഇപ്പൊ എഞ്ചിന് പേടിക്കേണ്ട ചിറകം മേടിച്ചാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, എന്ത് ചെയ്താലും എപ്പോഴെങ്കിലും താഴത്തേക്ക് വീണോളൂ അധികം വൈകാതെ എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ അതാണ് നമ്മുടെ ആക്യുറസിയുടെ ചില സമയത്ത് നമുക്ക് എന്തില്ല, ആക്യുറസിയേക്കാളും പ്രധാനം എന്താണ്? പെട്ടെന്നൊരു സൊല്യൂഷനാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടാൻ തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ആക്യുറസി എന്ത് ചെയ്യാൻ തുടങ്ങണം? കൂട്ടാൻ തുടങ്ങണം. ഇതാണ് നമ്മുടെ ന്യൂമറിക്കലിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ. ആദ്യം നമ്മൾ കൊണ്ടുവരാന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഉത്തരം ഒന്നും ആവില്ല. ചിലപ്പോൾ ആദ്യത്തെ ഉത്തരം കിട്ടുന്നത് എന്തായിരിക്കും? ആനയും ആടും നമ്മളുടെ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ നമുക്കത് വിഷയമല്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ റെക്ടിഫൈൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കുറെ സാധനങ്ങളൊക്കെ മെത്തേഡ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത് ആൽജിബ്രൈക് ആൻഡ് ട്രാൻസ്ലേഷണൽ ഇക്വേഷനെ സോൾവ് ചെയ്യാനുള്ള ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ്. അപ്പൊ അതിനകത്ത് ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ബൈസെക്ഷൻ മെത്തേഡ്. കേട്ടിട്ടുണ്ടാവും. എവിടെയാ കേട്ടെ? ഏത് സബ്ജക്റ്റിലാണ് കേട്ടതെന്ന് പറയാൻ പറ്റുമോ? ഏത് വർഷം കേട്ടെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? 2020 കേട്ടിട്ടുണ്ടാവുക, ചിലപ്പോൾ 2021. എനിക്ക് കൃത്യമായിട്ട് സബ്ജക്ട് ഓർമ്മയില്ല. ഒന്നുകിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക ബേസിക് മാത്തമാറ്റിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ റിയൽ അനാലിസിസ്. ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു തിയറി ആയിട്ടാണ് നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ടാവുക? ബൈസെക്ഷൻ മെത്തേഡ് പഠിച്ചിട്ടുണ്ടാവുക. ബൈസെക്ഷൻ മെത്തേഡ് എന്താണെന്ന് ഓർമ്മ ഉണ്ടോ? പേര് കേൾക്കുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഓക്കെ, നോക്കുക. ഈ കാണുന്നതിനകത്ത് റെഡ് കളറുള്ള ഏകദേശം എക്സ് ആക്സിസും വൈ ആക്സിസും എന്നൊക്കെ മനസ്സിലായി കാണുമല്ലോ. പച്ച കളറുള്ള ഒരു ഫംഗ്ഷൻ ആണെന്നുള്ള കാര്യം മനസ്സിലായി കാണുമല്ലോ.
അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ എന്താണ്? ഈ പച്ച കളറുള്ള ഫംഗ്ഷന്റെ സൊല്യൂഷൻ എവിടെയാണ്? എവിടെ കിടക്കേണ്ടത് അതിന്റെ സൊല്യൂഷൻ? സാധാരണ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്താണ്? എക്സ് ഈക്വൽ ടു എന്തോ കൊടുക്കുമ്പോൾ വൈ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടണം? എക്സ് ഈക്വൽ ടു സംതിങ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വൈ ഈക്വൽ ടു എന്ത് കിട്ടണം? 0 കിട്ടണം അല്ലേ? ഇവിടെ വൈ ഈക്വൽ ടു 0 എവിടെ കിട്ടുന്നത്? എക്സ് ആക്സിസും വൈ ആക്സിസും തമ്മിൽ എവിടെയാണോ പോയിട്ട് ഇടിക്കുന്നത് അവിടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇന്റർസെക്ഷൻ സ്ഥലമാണ് എന്ത്? അതിന്റെ സൊല്യൂഷൻ. കറക്റ്റ് അല്ലേ? അപ്പോ നമ്മൾ ഇതിന്റെ സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ സീറോന്റെ അവിടെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് കിടക്കുന്നത്? സൊല്യൂഷൻ കിടക്കണെന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, അപ്പോ ഇതിന്റെ ഒരു ഏതെങ്കിലും ഒരു ഇന്റർവെൽ നമുക്ക് ഉണ്ടാവും ഇല്ലേ? സ്റ്റാർട്ടിങ് ഒരു ഫംഗ്ഷന് നമുക്കൊരു ഇന്റർവെൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡൊമൈൻ ഉണ്ടാവും. എ മേ ബി ഇത്ര മതി, ബി എന്ന് പറഞ്ഞ് ഞാനോട് വിളിക്കുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിറ്റ് ആൻഡ് റൺ മെത്തേഡ് ഉപയോഗിക്കുക. അതായത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പൊ ഇതിനെ ഞാൻ തൽക്കാലം എനെ ഞാൻ തൽക്കാലം 1 എന്ന് വിളിക്കുന്നു, ബിനെ ഞാൻ തൽക്കാലം 10 എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അപ്പൊ ഞാൻ എന്ത് കാണുന്നു? ഈ ഫംഗ്ഷൻ എഫ് എന്ന് പറഞ്ഞ് വിളിക്കുവാണെങ്കിൽ എഫ് ഓഫ് 1ന്റെ വാല്യൂ ഇപ്പൊ എന്താ? പോസിറ്റീവാ നെഗറ്റീവാ? ആണോ? നെഗറ്റീവ് വാല്യൂ അല്ലേ? താഴെയല്ലേ കിടക്കുന്നേ? അപ്പൊ അതെന്താണ്? നെഗറ്റീവ് ആണെന്നുള്ള കാര്യം മനസ്സിലായി. ഇത് 2 ആണെന്ന് വിചാരിക്കുക. എഫ് ഓഫ് 2 അഗെയിൻ എഫ് ഓഫ് 2 എന്ത് തന്നെയായിരുന്നു? നെഗറ്റീവ് വന്നു. എഫ് ഓഫ് 3, എഫ് ഓഫ് 4, എഫ് ഓഫ് 5. അപ്പൊ എഫ് ഓഫ് 4 എന്ന് പറയുന്ന ആൾ എന്ത് വന്നു? നെഗറ്റീവ് വന്നു. എഫ് ഓഫ് 5 എന്ന് പറയുന്ന ആൾ എന്ത് വന്നു? പോസിറ്റീവായിട്ട് നമുക്ക് വന്നു. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇതിന്റെ സൊല്യൂഷൻ എവിടെയാ കിടക്കുക? കാരണം നെഗറ്റീവിന്റെയും പോസിറ്റീവിന്റെ ഇടയിലല്ലേ 0 കിടക്കുക. ആ 0 കിടക്കണല്ലേ നമ്മുടെ സൊല്യൂഷൻ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? 4ന്റെയും 5ന്റെയും ഇടയിലാണ് ആര് കിടക്കണേ എന്നുള്ള കാര്യം മനസ്സിലായി. നമ്മുടെ സൊല്യൂഷൻ കിടക്കണേ എന്നുള്ള കാര്യം മനസ്സിലായി. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആക്യുറസി കുറവാണ്, പക്ഷെ എന്താണ്? കാര്യം നടക്കും. ഇതിന്റെ ഇടയിലാണ് കിടക്കണേ എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി അടുത്ത പരിപാടി എന്താണ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി 4നും 5നും ഇടയിൽ എവിടെയാണ് കിടക്കണേ എന്നുള്ളതാണ് അടുത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പൊ ഇനി 4നെയും 5നെയും മാത്രം നമ്മൾ എന്ത് ചെയ്തു? കൺസിഡർ ചെയ്തു. ഇനി ഇതിനകത്ത് എന്ത് ചെയ്യണം? ഇതിനെ വീണ്ടും എന്ത് ചെയ്യണം? പകുതി എടുക്കുക. ഈ രണ്ടെണ്ണത്തിന്റെ എന്ത് ചെയ്യുന്നു? പകുതി എടുക്കുക, കൃത്യം പകുതി എടുക്കുക. അപ്പൊ എത്ര കിട്ടും? അപ്പോ 4.5 കിട്ടി. അതാണ് ഈ വരച്ച് വെച്ചിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് 4.5 കാണുക. എന്താ കിട്ടുക? നമുക്ക് എന്ത് കിട്ടി? നെഗറ്റീവ് കിട്ടി. എഫ് ഓഫ് 4 എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? നെഗറ്റീവ്. എഫ് ഓഫ് 5 നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? അപ്പൊ നമ്മുടെ സൊല്യൂഷൻ ഇതിനകത്ത് കിടക്കണ്ടാവുക 4.5ന്റെയും 5ന്റെ ഇടയിലാണ് കിടക്കുക. അപ്പൊ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ സെന്റർ പിടിച്ച് വരച്ചു. ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിന്റെ നടുക്കുള്ള പോയിന്റ് നോക്കണം. 4.5ന്റെയും 5ന്റെയും ഇടയിലുള്ള പോയിന്റ് എടുത്തു. ആ പോയിന്റ് തൽക്കാലം ഞാൻ ഇവിടെ നിന്ന് വിളിക്കുന്നു, എന്തേലും വിളിക്കാം, എനിക്കിപ്പോ കണക്കൂട്ടണമെന്ന് വയ്യ. അപ്പൊ സംതിങ്. അപ്പൊ എന്ത് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് 5 എന്താണ്? പോസിറ്റീവ് ആണ്. ഈ വാല്യൂ എന്താന്ന് നോക്കുക. ഇവിടുത്തെ കണ്ടീഷനിൽ ഇതെന്താണ്? ചെറുതായിട്ടൊരു പോസിറ്റീവ് ആണ്.
ശരിയല്ലേ? അപ്പോ ഈ സൊല്യൂഷൻ ഇപ്പൊ എവിടെയാ കിടക്കുന്നുണ്ടാവുക? 4.75ന്റെയും അതുപോലെ 4.5ന്റെയിലും ആണ് നടക്കായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, കിടക്കുന്നുണ്ടാവുക. കറക്റ്റ് അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പിൽ അപ്പൊ എന്ത് ചെയ്യണം? ഇതിന് നടുക്കിൽ വീണ്ടും വരയ്ക്കണം. എന്നിട്ട് വീണ്ടും പോസിറ്റീവ് നെഗറ്റീവ് എവിടെ നോക്കുക, ആ ഇന്റർവെൽ സെലക്ട് ചെയ്യണം, വീണ്ടും നടുക്ക് വരയ്ക്കണം. ഇത് എപ്പോൾ ടെർമിനേറ്റ് ചെയ്യണം? ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറെ സ്റ്റെപ്പുകൾ ചെയ്ത് കഴിഞ്ഞാലോ ഈ ഇന്റർവെൽ ലെങ്ത് ഓൾമോസ്റ്റ് 0 ആകുമ്പോൾ എന്ത് സംഭവിക്കും? അതായത് നമുക്ക് ആദ്യം കിട്ടിയ ഇന്റർവെൽ ഏതായിരുന്നു? 4നും 5നും ഇടയിലായിരുന്നു. അതിന്റെ ലെങ്ത്, ഇന്റർവെൽ ലെങ്ത് എന്തായിരുന്നു? കമ്പാരിറ്റീവ്ലി കൂടുതലായിരുന്നു. അപ്പൊ സൊല്യൂഷന്റെ ആക്യുറസി എന്തായിരുന്നു? കുറവായിരുന്നു. പിന്നെ നമ്മൾ എന്തെടുത്തു? 4.5ഉം 5ഉം എടുത്തു. അപ്പൊ ഇന്റർവെൽ ലെങ്ത് കുറഞ്ഞു, ആക്യുറസി കൂടി. അപ്പൊ ഇന്റർവെൽ ലെങ്ത് ഓൾമോസ്റ്റ് 0 ആകുമ്പോൾ എന്തായിരിക്കും? ആക്യുറസി പക്കയായിരിക്കും അല്ലേ? അപ്പോ ആ ഇന്റർവെൽ ലെങ്ത് 0 ആകുമ്പോഴോ എക്സാക്റ്റ് കിട്ടും. അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ലോജിക്ക്. അപ്പൊ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എത്ര സ്റ്റെപ്പ് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാം. അപ്പൊ അത് നമ്മൾ പ്രോബ്ലത്തിൽ സാധാരണഗതിയിൽ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് അവർ പറയും അപ് ടു 4 ഡെസിമൽ പ്ലേസസ്, 3 ഡെസിമൽ പ്ലേസസ്, 2 ഡെസിമൽ പ്ലേസസ് എന്നൊക്കെ. അങ്ങനെ അവർ പറയുകയാണെങ്കിൽ അത്രയും ക്ലാരിറ്റി ആണ്. അപ്പോൾ 4 ഡെസിമൽ പ്ലേസസ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരിക? അതിന്റെ സൊല്യൂഷൻ ഇപ്പൊ എക്സ് ഈക്വൽ ടു ഇവിടെ കേസിൽ 4.7132 എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ ഓരോ സ്റ്റെപ്പിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? എക്സിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇപ്പൊ ഒരു 2 ഡെസിമൽ പ്ലേസിനാണ് വരണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കേസിനകത്ത് ആദ്യത്തെ നമുക്കിപ്പോൾ വരും ചിലപ്പോൾ 4.75 വന്നെന്ന് വിചാരിക്കാം. രണ്ടാമത് വന്ന് നമുക്ക് എന്താണ് 4.72 വന്നെന്ന് വിചാരിക്കുക. അപ്പൊ ഇപ്പൊ എത്ര ദശാംശ സ്ഥാനത്തിന് കറക്റ്റായി? 1 ദശാംശ സ്ഥാനത്തിന് എന്തായിട്ട് മാറി? കറക്റ്റായി. ഇനി ചെയ്തപ്പോൾ എന്ത് വന്നു വെച്ച് കഴിഞ്ഞാൽ 4.72 തന്നെ വന്നെന്ന് വിചാരിക്കുക. അപ്പൊ എത്ര ദശാംശ സ്ഥാനത്തിന് കറക്റ്റായി? 2 കറക്റ്റായി. സാധാരണ അതിൽ ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ ഇവിടെ ഒരു 5-6 ആൾക്കാർ എക്സ്ട്രാ ബാക്കി ഉണ്ടാവും. 4 ആൾക്കാരെങ്കിലും മിനിമം വരാറുണ്ട് സാധാരണഗതിയിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? നമ്മുടെ ബൈസെക്ഷൻ മെത്തേഡ് എന്ന് നമ്മൾ പറയുന്നത്. കിട്ടിയോ? നിങ്ങൾ ആരെങ്കിലും പുസ്തകം കൊടുക്കുന്നുണ്ടോ? ഇപ്പൊ കൺസെപ്റ്റ് ഏകദേശം മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക? രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ എന്റെ പരിപാടി. അപ്പൊ നമുക്ക് ഇതിന്റെ ഫോർമുല രൂപത്തിലൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് വിഷയം. അപ്പൊ നമുക്കൊരു ഫോർമുല ഒന്നും വേണ്ട, നമുക്കൊരു പ്രോബ്ലം ആയിട്ട് തന്നെ ചെയ്യാം. അപ്പൊ ഇത് എത്ര സ്റ്റെപ്പ് കൊണ്ട് അവസാനിക്കും, എത്ര സ്റ്റെപ്പ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കാര്യമൊക്കെയാണ് പറയണേ. അപ്പൊ പ്രോബ്ലം എഴുതിക്കോളൂ. Solve for the root between 2 and 3 solve for the root between 2 and 3 of x cube minus 9x plus 1 equal to 0 correct to 3 decimal places. Correct to 3 decimal places. പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ടാവുക 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനകത്തുള്ള ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളടുത്ത് ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? എക്സ് ക്യൂബ് മൈനസ് 9x പ്ലസ് 1 ഈക്വൽ ടു 0. ഇതിന്റെ സൊല്യൂഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാണേണ്ടത്. അപ്പൊ ഇത് നമുക്ക് ആൾജിബ്രായിക്കലി സോൾവ് ചെയ്യാൻ അറിയാലോ. ഒരു
ക്യൂബിക് പോളിനോമിയൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ അറിയാം. അപ്പോൾ അത് ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്താ ന്യൂമറിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ബൈസെക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബൈസെക്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് വേണ്ടത്? അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ആദ്യത്തെ ഒരു ഇന്റർവെൽ നമുക്ക് കണ്ടുപിടിക്കണമായിരുന്നു. പക്ഷെ ഇവിടെ എന്ത് ചെയ്ത് തന്നിട്ടുണ്ട് അവര്? ആദ്യത്തെ ഇന്റർവെൽ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് അതിന്റെ ലോവർ വാല്യൂ എന്താണ്? 2ഉം അപ്പർ വാല്യൂ എന്താണ്? 3ഉം ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ f(2) എന്നതൊന്ന് കണ്ടുപിടിച്ച് f(2)ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. എന്താണ് 2³ മൈനസ് 9 ഇൻറ്റു 2 പ്ലസ് 1. എത്ര കിട്ടിയേ? -9. അത് 0-നേക്കാളും ചെറുതാന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ അടുത്തിന് എന്താ കണ്ടുപിടിക്കേണ്ടി വരിക? അപ്പൊ f(3) കണ്ടുപിടിച്ചോളൂ. എന്താ കിട്ടിയത്? 1 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. അപ്പൊ അതെന്തിനൊക്കെ വലുതാണ്? 0-നേക്കാളും വലുതാണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഈ പറയുന്ന ഇന്റർവെലിന് നടുക്ക് തന്നെയാണ് ആര് കിടക്കുന്നത്? നമ്മുടെ ആക്ച്വൽ സൊല്യൂഷൻ കിടക്കണേ എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനൊരു ടേബിൾ ആക്കുകയാണ് ചെയ്യാറ്. അപ്പൊ ടേബിളിന് കുറച്ച് കോളംസ് വേണം. അപ്പൊ ഞാൻ കോളംസ് ഓരോന്നിട്ട് വരയ്ക്കാം. ആദ്യം n എന്ന് പറഞ്ഞാൽ എത്ര സ്റ്റെപ്പിലാണ് നമ്മൾ ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. 1 2 3 കൊണ്ട് ഇതാ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വട്ടവും നമുക്ക് ഇന്റർവെൽ എന്തായിട്ട് മാറണം, മാറിക്കൊണ്ടിരിക്കും. ആ ഇന്റർവെൽ എന്തുണ്ടാവും? സ്റ്റാർട്ടിംഗ് വാല്യൂ ഉണ്ടാവും, അതുപോലെ തന്നെ എന്തുണ്ടാവും? എൻഡിങ് വാല്യൂ ഉണ്ടാവും. സ്റ്റാർട്ടിംഗ് വാല്യൂവിനെ നമ്മൾ ഇപ്പോൾ എന്ത് പേര് വിളിക്കും? an എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പൊ എൻഡിങ് പോയിന്റ് നമ്മൾ എന്ത് പേര് വിളിക്കും? bn എന്ന് പറഞ്ഞ് നമ്മൾ പേര് വിളിക്കും. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഇന്റർവെലിനകത്ത് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താ? അതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ മിഡ് പോയിന്റിനെ ഞാൻ തൽക്കാലം എന്ത് പേര് വിളിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ xn+1 എന്ന് പറഞ്ഞ പേര് വിളിക്കുന്നു. xn+1. xn+1 നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? an+bn/2. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആ മിഡ് പോയിന്റിന്റെ വാല്യൂ നമ്മൾ കണ്ടിട്ട് അത് പോസിറ്റീവോ നെഗറ്റീവോ നോക്കിയിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ നമ്മൾ ഉടനെ അടുത്ത സ്റ്റെപ്പിൽ അപ്പൊ എന്ത് കണ്ടുപിടിക്കണം? മിഡ് പോയിന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന്റെ എന്ത് കാണണം? വാല്യൂ നമ്മൾ കാണണം. അതായത് f(xn+1) എന്ന് പറഞ്ഞ ആളെ കാണണം. അപ്പൊ ഇത്രയും കോളങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ശരിയായില്ലേ? അപ്പൊ ആദ്യം നമുക്ക് അവർ എന്ത് തന്നിട്ടുണ്ട്? ഫസ്റ്റത്തെ ഇന്റർവെൽ ഏതാ തന്നിട്ടുണ്ട്? 2ഉം 3ഉം തന്നു. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എന്ത് തന്നെയാണ്? കറക്റ്റ് തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ അത് അവർ തന്നുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഇനി അത് 1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നില്ല. തന്ന കാര്യം നമ്മൾ എന്ത് കൊടുത്തു? 0 എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. അപ്പൊ an നിങ്ങൾക്ക് എന്താ കിട്ടിയേ? ഈ an നെഗറ്റീവ് വാല്യൂ ആണ് എടുക്കേണ്ടത്, പോസിറ്റീവ് വാല്യൂ ആണ് എടുക്കേണ്ടത്? നെഗറ്റീവ്. കാരണം ഒരു ഇന്റർവെൽ വരുമ്പോൾ നെഗറ്റീവിന് ആണ് വേണ്ടത്. അപ്പൊ നെഗറ്റീവിന്റെ വാല്യൂ വരുന്നത് ഏതാണ്? 2 ആണ് നമുക്ക് കിട്ടുന്നത്. കറസ്പോണ്ടിങ് ആയിട്ട് നെഗറ്റീവ് വാല്യൂ -9 ആണ്. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റർവെൽ ആണ് നമുക്ക് വേണ്ടത്. ഇന്റർവെൽ എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. അപ്പൊ an എന്ന് പറയുന്ന ആൾ ആരായിട്ട് മാറി? 2 ആയിട്ട് മാറി. b എന്ന് പറയുന്ന ആൾ ആരായിട്ട് മാറി? 3 ആയിട്ട് മാറി. അപ്പൊ എയുടെയും ബിയുടെയും മിഡ് പോയിന്റ് ഏതായിട്ട് മാറി? 2 + 3/2 5/2 2.5 എന്നുള്ള കാര്യം കിട്ടി. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യണം? f(2.5) കണ്ടുപിടിക്കണം. അപ്പൊ f(2.5) കണ്ടുപിടിച്ചോളൂ. എത്ര കിട്ടിയേ? കാൽക്കുലേറ്റർ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ? എനിക്ക് പുറത്ത് വെച്ചോ.
എത്ര കിട്ടി? -5.875. അപ്പൊ ഇവിടെ അഗൈൻ നമുക്ക് എന്താ കിട്ടിയത്? മൈനസ് തന്നെയാണ് കിട്ടിയത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ പുതിയ ഇന്റർവെൽ അപ്പൊ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഏതാ നമ്മുടെ പുതിയ ഇന്റർവെല്? 2.5 തൊട്ടിട്ട് 3 വരെയുള്ളത്. അപ്പൊ നമ്മുടെ എ നോട്ട് ആരായിട്ട് മാറി? 2.5. ബി എൻ ഏതിനാണ് വ്യത്യാസം? എന്ത് മാത്രമേ ഉള്ളൂ? 3 ഉള്ളൂ. ഇനിയിപ്പോ എന്ത് ചെയ്യണം? 2.5ന്റെയും 3ന്റെയും മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചോളൂ. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടി വരിക? എഫ് ഓഫ് 2.75 കണ്ടുപിടിച്ചോളൂ. എപ്പോഴും നിങ്ങൾ ഡെസിമൽ കഴിഞ്ഞിട്ട് എഴുതുമ്പോൾ 4 ഡിജിറ്റെങ്കിലും ഇട്ടോളൂ കേട്ടോ. ഡെസിമൽ കഴിഞ്ഞിട്ട് 4 ഡിജിറ്റ് ഇട്ടോളൂ. അല്ലെങ്കിൽ നമുക്കത് സൊല്യൂഷൻ കറക്റ്റ് ആവില്ല. നമ്മൾ നേരത്തെ 3 ഇട്ടിട്ടുള്ളൂ, അത് മതി. 3 ഉള്ളെങ്കിൽ 3. 4 കിട്ടുന്നുണ്ടെങ്കിൽ 4 കൂടുതലുണ്ടെങ്കിൽ 4 മാത്രം എടുത്താൽ മതി. എന്ത് കിട്ടി? -2.9531. വീണ്ടും നമുക്ക് എന്ത് കിട്ടി? മൈനസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? പുതിയ ഇന്റർവെൽ ഏതാ? 2.75 to 3 ആണെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ എന്ത് കണ്ടുപിടിക്കണം? അതിന്റെ മിഡിൽ പോയിന്റ് കണ്ടുപിടിക്കണം. എന്ത് കിട്ടി? 2.88. അപ്പൊ അടുത്ത് എന്ത് ചെയ്യണം? 85 ആണോ വന്നേ? എല്ലാവർക്കും അതാണോ വന്നേ? നിങ്ങളുടെ ഈ ബുക്കിനകത്തൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. 875. ഓക്കെ. അപ്പൊ അടുത്ത് എന്ത് ചെയ്യണം? അതിന്റെ വില കണ്ടുപിടിക്കണം. എഫ് ഓഫ് 2.875. നിങ്ങൾക്ക് n=4 എന്ന് പറഞ്ഞ സ്റ്റെപ്പിനകത്ത് എ നോട്ട് എന്താ കിട്ടിയിട്ടുണ്ടായിരുന്നേ? 2.9375. അവിടെ നമുക്ക് ബി എൻ എന്താ കിട്ടിയിട്ടുണ്ടായിരുന്നേ? 3 ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. മിഡിൽ പോയിന്റ് സംതിങ് കിട്ടി. അതിന്റെ വാല്യൂ എന്താ? മിഡിൽ പോയിന്റ് വാല്യൂ എന്തായിരുന്നു? 2.96875. അതിന്റെ സൊല്യൂഷൻ വന്ന് എന്തായിരുന്നു? 0.4462. ഓക്കെ. അപ്പൊ അഞ്ചാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ എടുക്കുമ്പോ നിങ്ങളുടെ എ എൻ ഏതാണ്? അപ്പൊ അവിടെ നെഗറ്റീവ് വാല്യൂ തന്നെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ട് എന്തായിട്ട് മാറി? 2.9375 തന്നെ എടുക്കണം. കാരണം നമ്മളെ സംബന്ധിച്ച് ഇന്റർവെൽ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക എന്താണ്? ചെറിയ വാല്യൂ വലിയ വാല്യൂ ആണ് വരേണ്ടത്. അപ്പൊ ഒരു സൈഡിൽ നെഗറ്റീവ് വരണം, മറ്റേ സൈഡിൽ എന്ത് വരണം? പോസിറ്റീവ് വരണം. നെഗറ്റീവ് വരുന്നത് ഇവിടെ ആര് മാത്രമേ വരുന്നുള്ളൂ? 2.9375 നെഗറ്റീവ് വരുന്നുള്ളൂ. അതിന്റെ മിഡിൽ പോയിന്റ് ആയിട്ട് 2.968 എന്താ വരണേ? പോസിറ്റീവ് ആണ് വരണത്. അപ്പൊ അവിടെ ഇന്റർവെൽ എന്ത് ചെയ്തിട്ടുണ്ട്? മാറ്റം വന്നിട്ടുണ്ട്. അത് ഓർമ്മയില്ലാതെ ചെയ്തു പോയാ ഉണ്ടാവും. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ബി എൻ എന്ന് പറയുന്ന ആളായിട്ട് ആരായിട്ട് എടുക്കണം? പുതിയ മിഡ് പോയിന്റ് ആയിട്ട് എടുക്കണം. അതായത് 2.9687
5. സൊല്യൂഷൻ എപ്പോഴും എവിടെയാ വരിക സഫ? സീറോയിലാണ് എപ്പോഴും സൊല്യൂഷൻ വരിക. അപ്പൊ നമ്മൾ എടുക്കേണ്ടത് എന്താണ്? സീറോന്റെ ലെഫ്റ്റും റൈറ്റും അല്ലേ എടുക്കണ്ടേ? സീറോന്റെ ലെഫ്റ്റ് എപ്പോഴും ആരാ വരേണ്ടത്? നെഗറ്റീവ് അല്ല വരണ്ടേ? റൈറ്റ് എപ്പോഴും പോസിറ്റീവ് അല്ല വരണ്ടേ? ഈ കേസിൽ 2.9375 എന്താ? നെഗറ്റീവ് വാല്യൂ ആണ്. 3 എന്താണ്? പോസിറ്റീവ് വാല്യൂ ആണ്. പിന്നെ നമ്മൾ മിഡിൽ പോയിന്റ് എടുത്തപ്പോൾ നമുക്ക് 2.96 കിട്ടി. അത് രണ്ടും പോസിറ്റീവ്. രണ്ട് പോസിറ്റീവിന്റെ ഇടയ്ക്കാണോ ഉണ്ടാവുക? അപ്പൊ ഒരു നെഗറ്റീവിന്റെയും പോസിറ്റീവിന്റെ ഇടയ്ക്കല്ലേ വരണ്ടേ? അപ്പൊ നെഗറ്റീവ് ഏതാണ്? അവിടെയുള്ള നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ 2.9375 ആണ്. പോസിറ്റീവ് ഇപ്പൊ ഏതായിട്ട് മാറി? പിന്നീട് കിട്ടിയത് വെച്ച് നോക്കുമ്പോൾ 2.96875 ആയിട്ട് മാറി. ഇത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, തെറ്റിപ്പോകരുത്. നമുക്ക് എപ്പോഴും എന്താ വേണ്ടത്? ലെഫ്റ്റിൽ നെഗറ്റീവും റൈറ്റിൽ എന്താണ്? പോസിറ്റീവ് ആണ് വേണ്ടെന്നുള്ളൊരു ഓർമ്മ ഉണ്ടാവണം. അപ്പൊ നമ്മൾ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് 8, 9, 10 സ്റ്റെപ്പുകളിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പൊ 10ാം സ്റ്റെപ്പിലെ f(xi+1)ന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -0.0003 എന്ന് പറഞ്ഞാൽ കിട്ടുക. അതായത് ഡെസിമൽ കഴിഞ്ഞിട്ട് 3 പോയിന്റ് വരെ എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? 3 പോയിന്റ് വരെ എന്താണ്? ഇപ്പൊ തെറ്റുകളൊന്നും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പൊ നമ്മൾ ടേബിൾ ഏരിയയിൽ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? എന്താണ് എക്സിന്റെ വാല്യൂ എന്നുള്ളതാണ്. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താണ്? എക്സിന്റെ വാല്യൂ നമ്മൾ എടുക്കേണ്ടപ്പോ എന്താണ്? 2.9428. അതായത് നമ്മൾ മിഡിൽ വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ നമുക്ക് 3 ഡിജിറ്റ് മാത്രം മതി എന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും മതി? 2.9442 വരെ എടുത്താലും മതി. കാരണം എന്താ പറഞ്ഞേ? പോയിന്റ് കഴിഞ്ഞിട്ട് 3 പ്ലേസ് വരെ കറക്റ്റ് ആയി മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് ആക്ച്വൽ ആൻസർ വരുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ 4ന് പകരം കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിട്ടുന്ന ആൻസറിന് പകരം ഈ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. ആദ്യത്തെ 3 ഡിജിറ്റിന് വ്യത്യാസം വരില്ല, അതിനുശേഷം ഡിജിറ്റ് എന്ത് വരും? ചെറിയ വ്യത്യാസം വരും.
അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ന് പറയുന്നത് 3 ഡിജിറ്റ് അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ 3 ഡിജിറ്റ് മാത്രം ഇവിടെ കാണിച്ചാൽ മതി. അങ്ങനെ നമുക്ക് തൽക്കാലം ഇവിടെ